മനുഷ്യരോട് മാത്രമല്ല മനുഷ്യേതര വസ്തുക്കളോടും ഇതേ നിലയിൽ കാരുണ്യത്തോടെ പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹബീബായ പ്രവാചകന്റെ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾ, മൃഗങ്ങൾ, അതുപോലെ ജീവജാലങ്ങൾ, അവയോട് നിങ്ങൾ മാന്യമായും നീതിയോടുകൂടി പെരുമാറണം. അല്ലാത്ത പക്ഷം റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു ആയത്തുണ്ട്. ഒരു വെള്ളിയാഴ്ച പോലും ഈ ആയത്ത് കേൾക്കാതെ നമ്മൾ ആരും പിരിഞ്ഞു പോകുന്നില്ല. ജുമുഅയുടെ അവസാനത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ വചനം, ഇന്നല്ലാഹ യഅമുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാൻ വഇതാഇൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ-മുൻകരി വൽ-ബഗി യഅഉദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് ഓതാതെ ഒരു ഖതീബ് ജുമുഅ നിർത്താറില്ല, ഖുതുബ അവസാനിപ്പിക്കാറില്ല. വെള്ളിയാഴ്ച ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരാഴ്ച കാലത്തെ അപജങ്ങൾ മുഴുവനും റബ്ബിന്റെ മുന്നിൽ കരഞ്ഞ് പറഞ്ഞ് തീർത്ത് പൊതുജീവിതത്തിൽ ഒരു പുതിയ ധ്യാനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന തന്റെ മുന്നിൽ വരുന്ന വിശ്വാസി സമൂഹത്തോട് സൂറത്തുൽ നഹ്ലിന്റെ 90-ാമത്തെ വചനം ഓതാതെ ഒരു പള്ളിയിലെ ഒരു ഇമാമും ഒരു ഖുതുബയും അവസാനിപ്പിക്കാറില്ല. എന്താ അതിന്റെ അർത്ഥം? ഇന്നല്ലാഹ യഅമുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാൻ. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി പാലിക്കണമെന്നും നന്മ ചെയ്യണമെന്നുമാണ്. നീതി എല്ലാ വസ്തുക്കളോടും നീതി വേണം. മനുഷ്യരോട്, മനുഷ്യേതര വസ്തുക്കളോട്, സർവ്വതിനോടും നീതി പുലർത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വൽ-ഇഹ്സാൻ, നന്മ ചെയ്യണം. കാരുണ്യത്തോടെ, വിനയത്തോടെ, ആദരവോടെ എല്ലാ വസ്തുക്കളെയും നിങ്ങൾ സമീപിക്കണം. വഇതാഇൽ ഖുർബാ, അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങളുടെ സഹായത്തിന്റെ ഹസ്തങ്ങൾ നിങ്ങൾ നീട്ടിക്കൊടുക്കണം. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ-മുൻകർ, നീചവും നിഷിദ്ധവും അക്രമവും നിങ്ങളെ ഞാൻ വിലക്കുകയാണ്. അതൊന്നും നിങ്ങൾ ചെയ്യരുത്. അതിക്രമം കാണിക്കരുത്, നിഷിദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യരുത്, നീച പ്രവർത്തനങ്ങൾ ചെയ്യരുത്. അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂഫി ചക്രവാളത്തിന്റെ ഉദയസൂര്യൻ മഹാനാകുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലൗ ഹസന റജുലുൽ ഇഹ്സാൻ, ഒരു മനുഷ്യൻ എല്ലാ നന്മകളും ചെയ്യുന്നു, അവൻ പണ്ഡിതനാണ്, അവൻ ആലിമാണ്, അവൻ ധനാഢ്യനാണ്, അവൻ എല്ലാ നന്മകളും ചെയ്യുന്നു, സർവ്വ നന്മകളും ആർക്കും പറയാനില്ല അവനെ കുറിച്ചൊരു പോരായ്മ, അവനെല്ലാ നന്മകളും ചെയ്തു പോകുന്നവനാണ്. പക്ഷേ അവന്റെ വീട്ടിലൊരു കോഴിക്കുഞ്ഞുണ്ട്, ആ കോഴിക്കുഞ്ഞിനോട് അവൻ നീതി പുലർത്തുന്നില്ല, ആ കോഴിക്കുഞ്ഞിനോട് ഇഹ്സാൻ ചെയ്യുന്നില്ല. അവൻ ആ കോഴിക്കുഞ്ഞിനോട് മോശമായി പെരുമാറുകയാണ്. അതിന് വേണ്ടതുപോലെ ഫുഡ് കൊടുക്കുന്നില്ല, വേണ്ടതുപോലെ വെള്ളം കൊടുക്കുന്നില്ല, വേണ്ടതുപോലെ താമസ സൗകര്യം അതിന് ഒരുക്കി കൊടുക്കുന്നില്ല. എങ്കിൽ ലം യകുൻ മിനൽ മുഹ്സിനീൻ, അവൻ യഥാർത്ഥ നന്മ ചെയ്തവനായി അവനെ കണക്കാക്കാൻ പറ്റുകയില്ല. റൂഹുൽ ബയാനിൽ വിശദീകരിക്കുകയാണ് മഹാനാകുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അതുകൊണ്ടൊരു കോഴിക്കുഞ്ഞിനോട് പോലും നന്മ ചെയ്യാത്തവൻ, അത് പൂർത്തിയാക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ മുഹ്സിനായി തീരുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീൻ, അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാണ്. വയുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ പറഞ്ഞത്, ഇന്നല്ലാഹ
അതിനെ മറിച്ചിടുന്നതിന് മുമ്പ്, അതിനെ തള്ളിയിടുന്നതിന് മുമ്പ്, അതിനെ അറക്കാനുള്ള കത്തിക്കവൻ മൂർച്ച വരുത്തിക്കൊള്ളട്ടെ. കത്തിക്ക് മൂർച്ച വരുത്തി അതിന് കൊടുക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചു. അതിന് വേണ്ട സംവിധാനങ്ങൾക്ക് ഒരുക്കിയതിനു ശേഷം വേണം അവൻ അതിനെ തള്ളിയിടാൻ. എങ്ങനെ തള്ളിയിടാം? കഴിവിന്റെ പരമാവധി കിവിടേക്ക് നേരെ വരത്തക്ക നിലയിൽ തന്നെ തള്ളിയിടാൻ ശ്രമിക്കണം. എങ്ങോട്ടെങ്കിലും പിടിച്ച് തള്ളിയിട്ടിട്ട് അതിന്റെ വാലിൽ പിടിച്ചോ കയ്യിൽ പിടിച്ചൊക്കെ വലിച്ചെടുക്കുന്ന രീതി ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അടുത്തുന്ന മൃഗത്തിന് ഓരോ നീതി പുലർത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഉദഹിയത്ത് അറുക്കുമ്പോൾ ഒരു മാന് കാണത്തക്ക നിലയിൽ അടുത്ത മറ്റൊരു മാറ്റിൽ നിങ്ങൾ അറുക്കരുത്. അറുത്തിട്ടിരിക്കുന്ന ഒരു മാറ്റിന്റെ മുന്നിൽ കൂടി മറ്റൊരു മാറ്റിൽ നിങ്ങൾ കൊണ്ടുപോകരുത്. ഒരു മാറ്റിനെ അറുത്തിട്ടാൽ അതിനെ മൂടിയിട്ടിട്ട് വേണം അടുത്തൊരു മാറ്റി നിങ്ങൾ അറക്കാൻ. അതിന്റെ രക്തവും അതിന്റെ കഴുത്ത് കൊണ്ട് കിടക്കുന്നതും നിങ്ങൾ അറക്കാൻ കൊണ്ടുപോകുന്ന മറ്റൊരു ജീവി പോലും കാണരുതെന്ന് പഠിപ്പിക്കുമ്പോ വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വിഭാവനം ചെയ്യുന്ന സുന്ദരമായ ജീവിത പദ്ധതി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വർത്തമാന കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾക്ക് വല്ല വീഴ്ചയും വരുത്തുന്നുവെങ്കിൽ നാം അതിനൊക്കെ തിരുത്തി ജീവിതത്തെ സംശുദ്ധപ്പെടുത്തേണ്ടതുണ്ട്. ഒരിക്കൽ ഹബീബായ പ്രവാചകർ സഹാബത്ത് കൂടി നടന്നു പോകുകയാണ്. സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നടന്നുപോയി. ഒരു വൃക്ഷത്തിന്റെ ഓരത്ത് കൂടിയാണ് ഞങ്ങൾ കടന്നുപോയത്. അപ്പോൾ അതിന്റെ ആ വൃക്ഷത്തിന്റെ പൊത്തില് മരുഭൂമിയിലൊക്കെ കാണുന്ന നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കുരുവി, ആ കുരുവിയുടെ പാട്ട കൊറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു. ആ രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾ എടുത്തുകൊണ്ടുവന്നു. ഞങ്ങൾ നോക്കുമ്പോ ആ തള്ളക്കിളി ഹബീബായ മുത്തിന്റെ ഓരത്ത് വന്നിട്ട് ഇങ്ങനെ പറന്നു നടക്കുകയാണ്. സഹാബത്തിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഹബീബായ മുട്ടിന്റെ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, മൻ ഫജ്ജ ഹാദിഹി ബിഫർഖൈഹാ, ഇതിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തതിനെ വേദനിപ്പിച്ചതാരാ? സഹാബാക്കൾ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതാണ് നബിയേ. ഹബീബായ മുത്ത് പറഞ്ഞു, റുദ്ദൂഹാ, അതിനെ അടുത്ത സ്ഥലത്ത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി വെക്ക്. ഒരു തള്ളക്കിളി തന്റെ കുരുവികളാകുന്ന രണ്ട് കുഞ്ഞിന്റെ വിഷയത്തിൽ പോലും തള്ളക്കിളിയെ വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച പ്രത്യേക ശാസ്ത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം. നോക്കൂ, പ്രവാചകന്റെ ഹൃദയ വിശാലത. ഇതാണ് ഇസ്ലാമിന്റെ മാതൃക. ഇന്നീ താഴുന്ന കാരുണ്യത്തിന്റെ